ചാലക്കുടി പാർലമെന്റ് മണ്ഡലം UDF നിലനിർത്തി 63,754 വോട്ടുകൾക്ക് ബെന്നി ബെഹനാൻ വിജയിച്ചുവെങ്കിലും ഭൂരിപക്ഷം ഇടിഞ്ഞു. അന്തിമഫലം വന്നപ്പോൾ ഭൂരിപക്ഷത്തിൽ 65,000-ൽ പരം വോട്ടുകളുടെ ഇടിവാണ് ഉണ്ടായത്. ആലുവ UC കോളേജിൽ വോട്ടെണ്ണി തുടങ്ങിയ ആദ്യ ഫലസൂചന വന്നപ്പോൾ LDF സ്ഥാനാർത്ഥി പ്രൊഫസർ C. രവീന്ദ്രനാഥ് 1000-ൽ പരം വോട്ടുകൾക്ക് മുന്നിലായിരുന്നു. എന്നാൽ പിന്നീട് ഓരോ റൗണ്ടിലും ബെന്നി ബെഹനാനായിരുന്നു മേൽക്കൈ. നിയമസഭാ മണ്ഡലാടിസ്ഥാനത്തിലെ കണക്കനുസരിച്ച് ശരാശരി 5 റൗണ്ട് പിന്നിട്ടപ്പോൾ ഭൂരിപക്ഷം 20,000 കടന്നിരുന്നു. എന്നാൽ 2019-ൽ 5 റൗണ്ട് പിന്നിട്ടപ്പോൾ UDFന്റെ ഭൂരിപക്ഷം 50,000-ലെത്തിയിരുന്നു. എങ്കിലും തുടർന്നങ്ങോട്ടുള്ള ഓരോ റൗണ്ടിലും ലീഡ് ഉയർത്തിക്കൊണ്ടുവരാൻ ബെന്നി ബെഹനാന് കഴിഞ്ഞു. അവസാന റൗണ്ട് എത്തും മുമ്പ് തന്നെ ബെന്നിയുടെ ഭൂരിപക്ഷം 60,000 കടന്നിരുന്നു. അങ്ങനെ രണ്ടാം തവണയും ബെന്നി ബെഹനാൻ വിജയിച്ചെങ്കിലും 2019-നെ അപേക്ഷിച്ച് 65,000-ൽ പരം വോട്ടുകളുടെ ഇടിവാണുണ്ടായത്. തന്നെ രണ്ടാമതും വിജയിപ്പിച്ച ചാലക്കുടിയിലെ വോട്ടർമാർക്ക് നന്ദിയെന്ന് ബെന്നി ബെഹനാൻ പ്രതികരിച്ചു. 1,00,000-ലേറെ ഭൂരിപക്ഷത്തിന് വിജയിക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷമുണ്ട്. ഞാൻ അതിനാദ്യമായി ജനങ്ങളോടുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ്. ഒരു നിയോജകമണ്ഡലത്തിൽ വീണ്ടും രണ്ടാം വട്ടം വിജയിക്കുമ്പോൾ സ്വാഭാവികമായും എൻ്റെ ഉത്തരവാദിത്തം വർദ്ധിക്കുമെന്ന് എനിക്കറിയാം. ആ ഉത്തരവാദിത്തം സത്യസന്ധതയോടുകൂടെ നിറവേറ്റണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിന് എൻ്റെ എല്ലാവിധ പ്രവർത്തനങ്ങളും ഉണ്ടാകും. വിജയം ഉറപ്പിക്കും മുമ്പ് തന്നെ ചാലക്കുടിയിലെ UDF ക്യാമ്പിൽ ആഹ്ലാദ പ്രകടനം തുടങ്ങിയിരുന്നു. സ്ഥാനാർത്ഥിയായ ബെന്നി ബെഹനാനെ തോളിലുയർത്തി പ്രവർത്തകർ ആഹ്ലാദം പങ്കുവച്ചു. 2019-നെ അപേക്ഷിച്ച് ചാലക്കുടിയിൽ വലിയ തോതിൽ വോട്ടുകൾ നഷ്ടപ്പെട്ടിട്ടില്ലെന്നാണ് LDFന്റെ വിലയിരുത്തൽ. അതേസമയം പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അരങ്ങേറ്റം കുറിച്ച 2020-ക്കും കാര്യമായ ചലനമുണ്ടാക്കാൻ കഴിഞ്ഞില്ല. 1,50,000-ഓളം വോട്ടാണ് 2020 സ്ഥാനാർത്ഥി ചാർലി പോൾ നേടിയത്. NDA സ്ഥാനാർത്ഥിയും BDJS പ്രതിനിധിയുമായ K. ഉണ്ണികൃഷ്ണൻ 1,06,000-ഓളം വോട്ടുകളും നേടി. കൈരളി ന്യൂസ്, ചാലക്കുടി. എറണാകുളം ലോക്സഭാ മണ്ഡലം UDF നിലനിർത്തി. സിറ്റിംഗ് MP ഹൈബി ഈഡൻ 2.5 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. ഞാൻ ഇതിങ്ങനെ അവിടെ ഇത് പറയാനിടയായ ഒരു സാഹചര്യം, പതിറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പ് അത് എൻ്റെ പിതാവ് സഖാവ് K. അനിരുദ്ധൻ മത്സരിച്ച് വിജയിച്ചിട്ടുള്ളപ്പോഴും 4ാം ലോക്സഭയിൽ ഞാനന്ന് ചെറിയ കുട്ടിയാണ്. വയലാർറബിക്കെതിരായി മത്സരിക്കുന്ന വേളയിലും അതിനുശേഷം 77-ൽ ആഭ്യന്തര അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള തെരഞ്ഞെടുപ്പും അവിടെ തൊട്ട് ഇങ്ങോട്ടേക്ക് K. സുധാകരൻ മത്സരിച്ച തെരഞ്ഞെടുപ്പ്, അതുപോലെ സുശീല ഗോപാലൻ തലേക്കുന്നിൽ ബഷീറിനെതിരായി മത്സരിച്ച് പരാജയപ്പെടുകയും പിന്നീട് വിജയിക്കുകയും ചെയ്ത തെരഞ്ഞെടുപ്പ്